മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി സാരംഗിന്റെ കൈകൾ മരണാനന്തര അവയവദാനത്തിലൂടെ സ്വീകരിച്ച പറവൂർ സ്വദേശി ഷിഫിനെ കാണാൻ സാരംഗിന്റെ മാതാപിതാക്കളെത്തി. കൊച്ചി അമൃത ആശുപത്രിയിലാണ് ഈ സ്നേഹസംഗമം നടന്നത്. സ്പീക്കർ എൻ ഷംസീർ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ഫുട്ബോളിനോടായിരുന്നു സാരംഗിനെന്നും പ്രിയം. 17ാം പിറന്നാൾ ആഘോഷിക്കാൻ സാരംഗി ഭൂമിയിലില്ലെങ്കിലും സാരംഗിൻ്റെ കൈകളിലേക്ക് അച്ഛൻ ബിനേഷ് പിറന്നാൾ സമ്മാനമായി ഒരു ഫുട്ബോൾ നൽകിയപ്പോൾ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അടക്കം കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണു നിറഞ്ഞു. തനിക്ക് ദാനമായി കിട്ടിയ സാരംഗിൻ്റെ ആ കൈകൾ കൂപ്പി നിറഞ്ഞൊരുകുന്ന കണ്ണുകളോടെ ഷിഫിൻ ആ മാതാപിതാക്കന്മാർക്ക് നന്ദി പറഞ്ഞു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി സാരംഗിൻ്റെ കൈകൾ മരണാനന്തര അവയവദാനത്തിലൂടെ സ്വീകരിച്ച പറവൂർ സ്വദേശി ഷിഫിനെ ആദ്യമായി കാണാനെത്തിയതായിരുന്നു സാരംഗിൻ്റെ മാതാപിതാക്കൾ. വരുമ്പോൾ ആ കൈകളിലേക്ക് കൊടുക്കാൻ മകന് പ്രിയപ്പെട്ട ഫുട്ബോൾ കൂടെ കരുതാനും അവർ മറന്നില്ല. ചടങ്ങ് നടക്കുന്ന ഹാളിലേക്ക് ഷിഫിൻ വന്നതോടെ ആ കുടുംബത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ കൈകളിലേക്കായിരുന്നു. ആ കൈകളിലൂടെ അവർ വീണ്ടും തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ തൊട്ടറിഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് വിടവാങ്ങിയ ആ മകൻ്റെ കൈകളിൽ വീണ്ടും ഒരിക്കൽ കൂടി തലോടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം കണ്ണുനീരായി വാർന്നൊഴുകി. ഷെഫിൻ പിറന്നാൾ കേക്ക് മുറിച്ച് സാരംഗിൻ്റെ മാതാപിതാക്കൾക്ക് നൽകി. തനിക്ക് പുതിയൊരു ജീവിതം സമ്മാനിച്ച സാരംഗിൻ്റെ ഫോട്ടോ താൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രവും ഷെഫിൻ അവർക്ക് സമ്മാനിച്ചു. കഴിഞ്ഞ വർഷം മെയ് 17-നാണ് ആറ്റിങ്ങൽ സ്വദേശി സാരംഗ് വാഹനാപകടത്തിൽ മരിക്കുന്നത്. തുടർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച സാരംഗിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തതിലൂടെ 6 പേർക്ക് പുതുജീവൻ നൽകിയത് സാരംഗിൻ്റെ അച്ഛനമ്മമാരുടെ നിശ്ചയദാർഢ്യമാണ്. കൊച്ചി അമൃത ആശുപത്രിയിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ അയ്യരുടെ നേതൃത്വത്തിലുള്ള 60-അംഗ സംഘമാണ് 16 മണിക്കൂറോളം നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ സാരംഗിൻ്റെ കൈകൾ പറവൂർ ഗോത്തുരുത്ത് സ്വദേശിയായ ഷിഫിൻ ഫ്രാൻസിസിൻ്റെ ശരീരത്തിലേക്ക് തുന്നിച്ചേർത്തത്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായ ഷിഫിൻ 2020 ഫെബ്രുവരി 8-നാണ് കമ്പനിയിൽ വെച്ചുണ്ടായ ഒരപകടത്തിൽ 2 കൈകളും നഷ്ടമായത്. തുടർന്നായിരുന്നു കൈകൾ ഷിഫിൻ സ്വീകരിച്ചത്. മീഡിയ 1 കൊച്ചി.